ജോലി വേണോ അതോ പുറത്തേക്ക് ചാടണോ, ബിസിനസ് എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് നമ്മൾ ആ ഡിസിഷനിൽ എന്നെ ഏറ്റവും കൂടുതൽ തടഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കൊരു ഇനീഷ്യേറ്റീവ് അല്ല ആവശ്യം, നമുക്കൊരു സൊല്യൂഷനാണ്, പ്രോബ്ലം സൊല്യൂഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എപ്പോൾ വേണമെങ്കിൽ മാറ്റാം. പക്ഷേ ഇത്തരം ആൾക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിസ്റ്റം ബ്രോക്കൺ ആവും. ഈ ബുക്ക് ഈസ് ഓൾ അബൌട്ട് യു. യെസ്, നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ബുക്കാണെന്നുള്ളതല്ലേ. അതെ. ബിസിനസ് പ്ലസ് ലൈഫ് ഫോക്കസ് എന്നൊക്കെ പറയാവുന്ന ടൈപ്പ് ഒരു ബുക്ക്. ബുക്കിൻ്റെ പേരാണ് ലിഞ്ച് പിൻ. വെരി പോപ്പുലർ ആയിട്ടുള്ളൊരു ബുക്കാണ്. സെത്ത് ഗോഡിൻ എന്ന മാർക്കറ്റിംഗ് ഗുരു എഴുതിയ ബുക്കാണിത്. പക്ഷേ ഇറ്റ്സ് മോർ അബൌട്ട് ലൈഫ് ദാൻ അബൌട്ട് ബിസിനസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിസിനസ്സിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു ബുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് ഈ ഇടയിൽ ഒത്തിരി കിട്ടിയ ഒരു റിക്വസ്റ്റാണ് നമുക്ക് എങ്ങനെ ഒരു ഓൺട്രപ്രണർ ആവാം, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. ഇപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു ചോദ്യം മനസ്സിലിട്ടിട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ മേ ബി ദിസ് ഈസ് ഫോർ യു. അതെ. എങ്ങനെയാണ് ലിഞ്ച് പിന്നിലേക്ക് എത്തിച്ചേർന്നത്? സെത്ത് ഗോഡിൻ എന്ന ഈ മനുഷ്യൻ, ഈ വലിയ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എന്താണ് ഈ ബുക്കിലൂടെ പറയുന്നത്? ഇതാണ് ബുക്ക് ഫോർ യു ടു നോ. ഇപ്പോൾ നമ്മൾ ലിജിൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം, ജോലി വേണോ അതോ പുറത്തേക്ക് ചാടണോ, ബിസിനസ് എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളത്. അത്തരം ചോദ്യമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ പുസ്തകം വായിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർ ജോലി വിടും. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എൻ്റെ കയ്യിലും ഈ പുസ്തകം വന്നത്. അതൊരു പോസിറ്റീവായിട്ട് തന്നെ, വെരി പോസിറ്റീവായിട്ട്, അതിനെ വെരി ഡിഫറെൻ്റ് അപ്രോച്ചിലാണ് അദ്ദേഹം സെത്ത് ഗോഡിൻ അതിനെ പറഞ്ഞേക്കണത്. നമ്മുടെ അങ്ങനെ ഒരു ജേണിയുടെ ഭാഗത്ത് കൂടി കയറിയ ഒരു പുസ്തകമാണ്. അപ്പോൾ നമുക്കൊരു എവിടെ നിന്നൊന്നും ഇല്ലാത്തൊരു ധൈര്യമൊക്കെ വരും. കാരണം നമുക്കത് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ് എന്ന് നമുക്ക് തോന്നും. കാരണം ലിഞ്ച് പിൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു സിസ്റ്റത്തെ താങ്ങി നിർത്തുന്ന ആളെന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയില്ല ലിജിൻ, ഒരു കാളവണ്ടി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ കാളവണ്ടിയുടെ ചക്രം, ആ ചക്രത്തിന് താങ്ങി നിൽക്കുന്ന ചെറിയൊരു പിന്നുണ്ട് രണ്ട് സൈഡിലും. ഒരു പേരുണ്ടായിരുന്നു. ആ പിന്നാണ് ശരിക്കും ആ എൻ്റയർ ആ സിസ്റ്റത്തിന് ആ കാളവണ്ടീനെ തന്നെ താങ്ങി നിർത്തണത്. അപ്പൊ അത് ആ പിന്ന് ആയിട്ടുള്ള ആൾക്കാരാവാം ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയണ്ടാവില്ലായിരിക്കും. പക്ഷെ അങ്ങനത്തെ പിന്നാണ് നമ്മളെന്നുണ്ടെങ്കിൽ, നമ്മളാണ് സിസ്റ്റത്തിനെ താങ്ങി നിർത്തണത് എന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളുടേതായിട്ടൊരു ലോകം ക്രിയേറ്റ് ചെയ്യണമെന്നാണ് സെത്ത് ഗോഡിൻ പറയുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ പോലും നമ്മൾ ആ ഫസ്റ്റ് ആ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് നമ്മൾ ആ ഡിസിഷനിൽ എന്നെ ഏറ്റവും കൂടുതൽ തടഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ബുക്ക് ഈസ് ഓൾ അബൌട്ട് യു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ എന്ന വ്യക്തി ആണ് ആദ്യത്തെ തീരുമാനം എടുക്കേണ്ടത്. ഇത് ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് മാത്രമല്ല, ഐ യു ഫിറ്റ് ഫോർ യുവർ ജോബ് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും ചിലപ്പോൾ. ഇത് മോർ അബൌട്ട് ലൈഫാണല്ലേ. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ലൈഫ് ആൻഡ് അംബിഷൻ. അതെ, നമുക്കൊരു ഡ്രീം ഉണ്ടാവാം. നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്ത് ജീവിക്കുന്ന ഒരു കഥയാണല്ലോ. നമ്മളെപ്പോഴും പറയാം, വെരി റിപ്പീറ്റഡ് ആണെങ്കിലും അതൊരു വാസ്തവമാണല്ലോ. അപ്പോൾ അതിൽ നമ്മളൊരു എങ്ങനെ നമ്മുടെ ജീവിതം ജീവിക്കണം, എന്ത് നമ്മൾ ചെയ്യണം, എന്ത് നമ്മൾ സമൂഹത്തിന് കൊടുക്കണമെന്ന് ഒരു ബ്രീഫായിട്ട് പറയണ, ആസ് എ പേഴ്സൺ നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെങ്ങനെ തിരിച്ചറിയാം. എന്നിട്ട് ഇപ്പോൾ സെത്ത് ഗോഡിൻ്റെ തന്നെ ഇതിൽ പറയണ പോലെ ഒരു കോഗ് ഇൻ ദ സിസ്റ്റം, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലൊരു ചെളിക്കട്ടയായി മാറാണ്ട് എങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ലോകത്തിനെ സെർവ് ചെയ്യാമെന്നാണ് നമുക്ക് പഠിപ്പിച്ചത്. ഓൺട്രപ്രണർ ആവാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി കറക്റ്റ് ആണോ എന്ന് അറിയാനാണെങ്കിലും അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാനാണെങ്കിലും ഫസ്റ്റ് നമ്മൾ കൺവിൻസ്ഡ് ആവണം. അത് കഴിഞ്ഞിട്ടാണ് ചുറ്റുമുള്ള കാര്യങ്ങളെയും നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സെറ്റാണോ എന്നറിയണമെങ്കിൽ നമ്മൾ അറിയണം അല്ലേ. അതിനും സെത്ത് ഗോഡിൻ ഈ ബുക്കിനകത്ത് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ടു നോ യുവർ സെൽഫ്. ഇപ്പം നമ്മൾ 3 ടൈപ്പ് ഓഫ് ആളുകളെയാണ് ഇതിനകത്ത്, അല്ലെങ്കിൽ വർക്കേഴ്സ് ഇതിനാണ്. അതിലൊരു ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആണ്. ഒന്ന് നമുക്ക് അതിലേക്ക് പോയാലോ. ഇപ്പോൾ ഈ വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ജോലി എന്ന് പറയുന്ന സിസ്റ്റം തന്നെ തുടങ്ങിയത് ഒരു ഇൻഡസ്ട്രിയൽ ഏജ് ഒക്കെ തുടങ്ങുന്ന സമയത്താണ്. അന്നത്തെ കാലത്ത് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു അടിമകളെ പോലെയുള്ള ആൾക്കാർ വേണമായിരുന്നു. അവരെ ഒരു പട്ടിയെ പോലെ പണിയെടുപ്പിക്കാൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അവർ ഹാർഡ് വർക്ക് ചെയ്ത് വെരി ഒബീഡിയൻ്റ് ആയിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയായിരുന്നു ഒരു കാലത്ത് ഈ സിസ്റ്റത്തിന്, ഈ ഫാക്ടറികൾക്ക് ആവശ്യം. അത് അവർ ഒബീഡിയൻ്റ് ആണ്. അവർ നമ്മൾ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും അവരെടുക്കും. പ്രത്യേകിച്ച് അവർക്ക് വേറെ എതിരഭിപ്രായങ്ങളൊന്നും ഉണ്ടാവില്ല. എതിരഭിപ്രായങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മാത്രം എതിരഭിപ്രായങ്ങൾ വരുമ്പോൾ അവർ റീപ്ലേസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു കാലത്തെ സിസ്റ്റം. വലിയ വ്യത്യാസം
വ്യത്യാസമില്ല വലിയ വ്യത്യാസമില്ല, നമുക്കറിയാം ഒരു പരിധി വരെ. അപ്പോൾ അങ്ങനെയുള്ള റീപ്ലേസബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഒരു പുതിയ മോഡേൺ സിസ്റ്റം എന്ന് പറയുന്നത് അത്തരം ആൾക്കാരെ മെഷീൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് പഴയ മോഡൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെരി ഒബീഡിയൻ്റ് ആയിട്ട് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ, ഇപ്പോൾ AI അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ വരുന്ന കാലത്ത് ഒരു നമ്മൾ ഡയറക്ഷൻ കൊടുത്ത് അതേപോലെ തന്നെ റെസ്പോൺസ് തരുന്ന ആൾക്കാരെ, ഒട്ടും ക്രിയേറ്റീവായിട്ട് റെസ്പോൺസ് തരുന്ന ആൾക്കാരെ എപ്പോൾ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം, മെഷീൻസിന് റീപ്ലേസ് ചെയ്യാം. ഉറപ്പായിട്ടും. അപ്പോൾ അത്തരത്തിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അത്തരത്തിലുള്ള ആൾക്കാരിനെ ലോകത്തിന് ആവശ്യമുണ്ട്. സെത്ത് ഗോഡിൻ പറയുന്ന അതല്ലാത്തൊരു ലിഞ്ച് പിൻ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ലിഞ്ച് പിൻ ആൾക്കാർ ക്രിയേറ്റീവാണ്, അവർക്ക് വർക്ക് ഇഷ്ടമാണ്, അവർ ഇമോഷണലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളൊരു ഇമോഷണൽ ലേബർ എന്നൊക്കെ പറയില്ല, അതായത് മനസ്സുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അവർ ദേർനോട്ടെ കോഗ്നിറ്റീവ് സിസ്റ്റം. കാരണം അവർ വർക്ക് പ്ലേസിലേക്ക് എമ്പത്തി അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരായിട്ട് കണക്ട് ആവുന്ന ആൾക്കാർ, കുറച്ചൊരു ജെന്യൂൻ ആയിട്ട് മാനുഷിക വാല്യൂ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഈ ലിഞ്ച് പിൻ ടൈപ്പ് ഓഫ് ആൾക്കാർ. അവരുടെ ഒരു യുണീക്നെസ് ആണ് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി. കാരണം അവർക്ക് എല്ലാ പ്രശ്നത്തിനും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു IT ഫീൽഡിലോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിലോ എവിടെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഒപ്പീനിയൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേറെ രീതിയിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആളുകളെ കൂട്ടി നിർത്താൻ അറിയാം. അപ്പോൾ നമ്മളൊരു ചിലപ്പോൾ ഒരു മാഗ്നറ്റിക് പേഴ്സൺ ആവാം ഒരു വർക്ക് പ്ലേസിൽ. കാരണം നമ്മുടെ നല്ല സ്വഭാവത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എമ്പതിക്ക് ചുറ്റും ആളുകൾ പല രീതിയിൽ നമ്മളോട് അടുപ്പമുണ്ടാവും. സത്യം. ഇപ്പൊ അത്തരം ആൾക്കാരെന്നെയാണ് ലിഞ്ച് പിൻ എന്ന് വിളിക്കുന്നത്. അതാണ് ഫോക്കസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. കാരണം അത്തരം ആൾക്കാരാണ് സത്യത്തിൽ ഒരു സിസ്റ്റത്തിന് താങ്ങി നിർത്തുന്നത്. മുകളിലെ ആൾക്കാരെ മാറ്റി നിർത്താം, അതായത് വെറും ഒബീഡിയൻസ് ഒക്കെയുള്ള നമ്മൾ ആക്ഷൻ കൊടുത്താൽ, ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എപ്പോൾ വേണമെങ്കിൽ മാറ്റാം. പക്ഷെ ഇത്തരം ആൾക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിസ്റ്റം ബ്രോക്കൺ ആവും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആൾക്കാർ സ്വയം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം. നിങ്ങളെ ആവശ്യമുള്ളത് അവിടെയല്ല, നിങ്ങൾ ഇത്തിരി കൂടി വൈഡർ ആയിട്ടുള്ള ലോകത്തിനാണ് ആവശ്യമുള്ളത് എന്നാണ് സെത്ത് ഗോഡിൻ പറയണത്. ഇപ്പം നമ്മൾ ആ രീതിയിൽ ഇപ്പം ക്രിയേറ്റീവായിട്ട് ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് മനസ്സിലായ രീതിയിൽ പറയുവാണെങ്കിൽ ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും വേണ്ട, നമുക്ക് അവർക്കറിയാൻ എന്നാണ് വേണ്ടത് എന്ന് ഒക്കെ പറയാം. എനിക്ക് ഒത്തിരി പേരും മുഖം ഓർമ്മ ഉണ്ട്. എനിക്ക് ലിജിൻ്റെ മുഖം ഓർമ്മ വരുന്നത്. കാരണം എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ലിജിൻ നമ്മൾ ഒന്നിച്ച് നേഴ്സിംഗ് തുടങ്ങിയതാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു വർക്ക് പ്ലേസിൽ ആദ്യമായിട്ട് ഒരു പ്രൊജക്റ്റ് ഇനീഷ്യേറ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തത് ലിജിനാണ്. ഇപ്പോൾ ഒരു പ്രോബ്ലം അവിടെ കണ്ടുപിടിച്ച് എല്ലാ ആൾക്കാരെയും കൂട്ടി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എല്ലാവരും ഒരു നീല ടീഷർട്ട് ഇട്ടിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട്, അത് നമ്മൾ വന്ന സമയത്താണ്. അന്ന് എല്ലാവരും മുന്നിലോട്ടോ പിന്നിലോട്ടോ എന്ത് സംസാരിക്കേണ്ടത് പോലെ അറിയാത്ത സമയത്ത് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ലിജിൻ ചെയ്തത്. അപ്പോൾ ദാറ്റ് പ്രൂവ്സ് യു ആർ ലിഞ്ച് പിൻ. കാരണം ലിജിൻ ക്രിയേറ്റീവ് ആണ്, ലിജിനെ വർക്ക് പ്ലേസിന്റെ ഒരു പൾസ് അറിയാം, അവിടെയുള്ള ആൾക്കാരെ ലിജിന് കൂട്ടി നിർത്താൻ അറിയാം. ലിജിൻ ഒരിക്കലും ജോലിയിൽ നിൽക്കരുത് എന്നാണ് സെത്ത് ഗോഡിന്റെ ഒരു വാദം. അതായത് കാരണം ലിജിന്റെ സ്കില്ല് അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഒതുങ്ങി നിൽക്കരുത്. ഇപ്പം പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒത്തിരി ലിഞ്ച് പിൻസിനെ കാണാം. അവർക്ക് ഒപ്പീനിയൻ ഉണ്ട്, അവർ ഒരു സിസ്റ്റം നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അല്ല റാദർ ദാൻ വെറുതെ പോയി പണിയെടുത്ത് വീട്ടിൽ പോകുന്ന ഇപ്പോൾ വേണമെങ്കിൽ മാറ്റിയാലും ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്ന ആൾക്കാരല്ല. അപ്പം നമ്മൾ ഒരു സമയത്ത് ജോലിയിൽ നിന്ന് മാറുമ്പോൾ അതിൻ്റെതായ ഇമ്പാക്റ്റ് ജോലി സ്ഥലത്ത് ഉണ്ടാവും. ലിഞ്ച് പിൻസ് മാറുമ്പോൾ അവിടെ ഒരു ബിഗ് വാക്കം ഉണ്ടാവും. കാരണം ഒരു ലിഞ്ച് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. കാരണം മറ്റുള്ള ആൾക്കാർക്ക് വെറുതെ ട്രെയിനിങ് മാത്രം കൊടുത്താൽ മതി. ഇവർ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവർ സ്വയം മാറി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അല്ലേ? ഉറപ്പായിട്ടും. എനിക്കൊന്നും എൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം നമുക്ക് ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റും. അപ്പം അവരെ ഇപ്പം ഞാനും അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ശ്യാമും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഹൗ ടു മേക്ക് ഇറ്റ് ഈസിയർ, ഹൗ ടു മേക്ക് ഇറ്റ് സേഫർ ഫ്രം എ ഹെൽത്ത് കെയർ പോയിന്റ് ഓഫ് വ്യൂ, എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തിനെ എങ്ങനെ ബെറ്റർ ആക്കാൻ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കൊരു ഇനീഷ്യേറ്റീവ് അല്ല ആവശ്യം, നമുക്കൊരു സൊല്യൂഷനാണ്, പ്രോബ്ലം സൊല്യൂഷൻ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ലിഞ്ച് പിൻ ആണ് എന്ന് നമ്മൾ ആദ്യം അക്നോളജ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ എല്ലാ ലിഞ്ച് പിന്നുകളും അക്നോളജ് ചെയ്താലും പുറത്തു വരത്തില്ല. അതെ. ഫോർ മീ ഇറ്റ് ടുക്ക് ഏജസ്. ഞാൻ ആദ്യത്തെ പ്രൊജക്ട് ചെയ്ത് 2014 ഞാൻ ജോലി ഉപേക്ഷിച്ച് 2010 കൊല്ലം എടുത്തു. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ക്യാൻ ഡു മോർ ഔട്ട്സൈഡ് മൈ ജോബ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സമയമെടുത്തു. എന്തായിരിക്കും എന്നെ സ്റ്റോപ്പ് ചെയ്തത്? സ്വാഭാവികമായിട്ട് നമുക്കൊരു റെസിസ്റ്റൻസ് എന്ന് പറയാം. സെത്ത് അങ്ങനെയാണ് പറയണത്. റെസിസ്റ്റൻസ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഒരു ഭാഗമുണ്ടല്ലോ, നമ്മളെപ്പോഴും സെക്യൂരിറ്റി, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, സ്റ്റെപ്പ് ഔട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ആ ഒരു ഇന്നർ വോയിസ് ആണ് നമ്മളെപ്പോഴും സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
രണ്ട് റീസൺ ഉണ്ടാവാം. ഒന്നൊരു ലോജിക്കൽ റീസൺ ഉണ്ടാവാം, പിന്നെ ഒരു സെക്യൂരിറ്റി റീസൺ ഉണ്ടാവാം. അത് തമ്മിലുള്ളൊരു ഫൈറ്റാണ്. ഞാൻ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മറ്റുള്ള ആൾക്കാർ എന്തായിരിക്കും വിചാരിക്കുക, അല്ലെങ്കിൽ ലിജിൻ അങ്ങനെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ലിജിനും ഒത്തിരി ചോദ്യങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. ഞാനിങ്ങനെ ചെയ്യാൻ പാടുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഔട്ട്സൈഡ് എന്തെങ്കിലും ചെയ്ത് എന്താണാവോ ഉണ്ടാവുക, കോമാളിയാവോ, ആൾക്കാരെന്നെ ശ്രദ്ധിക്കുമോ, അങ്ങനെയൊക്കെ. അത് നമ്മളെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആൾക്കാർ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലൊരു കോഗായിട്ട്, സെത്ത് ഗോഡിൻ്റെ തന്നെ ഭാഷയിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ അകത്തൊരു എപ്പോൾ വേണമെങ്കിലും മാറ്റപ്പെടാവുന്ന ഒരു കോഗായിട്ട് അങ്ങനെ സ്റ്റക്കായി കിടക്കും. അവരിപ്പോൾ ഒരു ലിഞ്ച് പിൻ ആയിരുന്നെങ്കിൽ അവർ മാറ്റപ്പെടും. അവർ ലിഞ്ച് പിൻ ആണെങ്കിൽ അവരുടെ കരിയറിലാണെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് ഗ്രോത്ത് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. കാരണം ഇത് ലിഞ്ച് പിൻസിനെ വർക്ക് പ്ലേസിനോട് മാത്രമല്ല, ഈവൻ ലൈഫിലാണെങ്കിൽ പോലും ഒരു കുറച്ചൊരു വാല്യൂ കൊടുക്കാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു കുറച്ച് മാറി ചിന്തിക്കാത്ത, ഔട്ട്സൈഡ് ബോക്സ് ചിന്തിക്കാത്ത, ആളുകളെ ചേർത്ത് നിർത്താൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരാളെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലും ലൈഫിൽ അറിയില്ല എന്നാണ് പറയുന്നത്. റെസിസ്റ്റൻസ്. അപ്പം ഇപ്പോൾ ഈ ചില ആളുകളുണ്ട്, ഇപ്പോൾ ഈ ലിഞ്ച് പിൻ ഞാൻ പറയുന്നില്ല, ഇൻഡിപെൻഡൻറ്റ് തിങ്കേഴ്സ്, ക്രിയേറ്റേഴ്സ്, ഇങ്ങനെയായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ഇപ്പോൾ ഈ മെറ്റ അല്ലെങ്കിൽ ഗൂഗിൾ പോലെയുള്ള വലിയ കമ്പനികളിൽ ഇപ്പോൾ മറ്റേ ബിഗ് ഫൈവ്സിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് ഓൺടർപ്രണേഴ്സ് ആവുന്നവരാണ്. ആൻഡ് ദേ മേക്ക് മാസീവ് ഡിഫറൻസ് ഇൻ ദ ലൈഫ്. നമ്മുടെ സിസ്റ്റത്തിനെ തന്നെ അങ്ങ് മാറ്റിക്കളയും അവർ. ബിക്കോസ് ദേ വെയർ ഓൾവേസ് ബീൻ എ ലിഞ്ച് പിൻ. അപ്പോൾ അവർ അത് തിരിച്ചറിയാൻ സമയമെടുത്തു. അങ്ങനെ 1000 പേരുകൾ പറയാം നമുക്ക്. പിന്നെ അങ്ങനെയുള്ള ഒരു ഇതിപ്പോൾ തിരിച്ചറിയാൻ താമസിക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, അവർക്കറിയാം, അവർക്കൊരു സംശയമാണ് ലിഞ്ച് പിൻ ആണോ അല്ലയോ. പക്ഷേ അല്ലെങ്കിൽ എല്ലാവർക്കും ലിഞ്ച് പിൻ, ഒരാൾക്ക് ലിഞ്ച് പിൻ ആണോ, ഹൗ ക്യാൻ ബി, ഇങ്ങനെയാണ് എനിക്ക് ലിഞ്ച് പിൻ ആവാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ ആ അറ്റത്തിരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ജോലിയിൽ നിന്ന് ഇറങ്ങി പുറത്ത് കടന്ന് നമ്മുടേതായിട്ടുള്ള ഒരു ബിസിനസ് ജേണിയിലാണെങ്കിൽ പോലും ജോലി എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ ഒരു സിസ്റ്റത്തിൽ ബിഹേവ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇത്തിരി കൂടിയും ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് ഏറ്റവും എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ജോലി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കാലത്ത് നമ്മൾ എന്തെങ്കിലും വലിയ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡോണ്ട് വെയിറ്റ് ഫോർ പെർമിഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് അങ്ങനെ ഒരു തോന്നലുകൾ, എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം, ഓക്കെ എനിക്ക് ഇതിനും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആവണം, അല്ലെങ്കിൽ ഈ സിസ്റ്റം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് ആരുടെയെങ്കിലും പെർമിഷൻ, അതായത് ആരെങ്കിലും നമ്മളെ വന്ന് എടുത്ത് മാറ്റി വെക്കുമെന്ന് പ്രതീക്ഷിക്കാണ്ട് ഒരു ലിഞ്ച് പിൻസ് ആണെങ്കിൽ അതിൻ്റെ സോഴ്സ് തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെതായ കണക്ഷൻ ഉണ്ടാക്കി അത്തരം ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് അവർ ആ ക്രിയേറ്റീവായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് തുടങ്ങും. അപ്പം അങ്ങനെ ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കാം ചെയ്യേണ്ടത്. അതെ, find what you want, find out what you need to do, find out people who could help you. അല്ലേ? അതെ. പിന്നെ ഒരു ജോലിനെ ഇത്തിരി കൂടി ഒരു ഇമോഷണലി അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ട് അവിടെ കൂടെയുള്ള ആൾക്കാരനെ ഇഷ്ടപ്പെട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പം നമ്മളും നമ്മുടെ ആ ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിച്ച് ജോലി ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇപ്പം ഇന്ന് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ട പല സ്കില്ലുകളും ഇപ്പം എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ച് ജോലി ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ, നമ്മുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്സൈഡ് ഒരു സർക്കിളിൽ എങ്ങനെയാണ്, ഒരു വർക്കിംഗ് ഗ്രൂപ്പ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണത്, അവരുടെ നീഡ്സ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് ജോലികളിൽ നിന്നാണ്. അപ്പോൾ ആ സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോണ്ട് വെയിറ്റ് ഫോർ പെർമിഷൻ, ജസ്റ്റ് ഡു ഇറ്റ്, ജസ്റ്റ് ഷോ അപ്പ്. അല്ലെങ്കിൽ ഒരു ധൈര്യമായിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മളുടേതായ ഒരു വഴി, നമ്മളുടേതായ ഒരു ഐഡന്റിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാനാണെന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഇതിനെ സെത്ത് ഗോഡിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് ബി റിമാർക്കബിൾ ഇൻ യുവർ ജോബ്. അതായത് നമ്മളൊരു എവിടെയെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യണം, എന്തായാലും നമ്മളൊരു സ്ഥലത്ത് പോകണു, അവിടെ സമയം സ്പെൻഡ് ചെയ്യണു, മേക്ക് ഇറ്റ് ലിറ്റിൽ ബിറ്റ് ഒരു എനർജറ്റിക് ആയിട്ട്, ഇതും കൂടി പാഷനേറ്റ് ആയിട്ട്, എമ്പത്തറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചറിലേക്കുള്ള ആ ഒരു പുറത്തേക്കുള്ള വഴി നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Is it important to be a linch pin? I think അല്ലാത്തവരെ നമ്മൾ പറഞ്ഞ ഓൾഡ് മോഡൽ പറയണ പഴയ ഫാക്ടറി വർക്കേഴ്സാണ്. ദേ ക്യാൻ ബി റീപ്ലേസ്ഡ് എനി ടൈം. അവരെ സംബന്ധിച്ച് ഒരാൾ ഒബീഡിയൻസ് ഇല്ലാത്ത ഒരാളായും കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ക്യാൻ ബി കിക്ഡ് ഔട്ട്. പക്ഷെ ലിഞ്ച് പിൻ ഇത്തിരി കൂടി ഒരു കൺസർവേറ്റീവ് ആവാം, അവർ ഇത്തിരി കൂടി ഒരു പ്രൊട്ടക്റ്റീവ് ആവാം. ലിഞ്ച് പിന്നെ ദ സിസ്റ്റം നീഡ്, മനസ്സിലായില്ലേ? മറ്റുള്ള ആൾക്കാരില്ലെങ്കിൽ ഈസി നമുക്ക് നമ്പർ മാറ്റി അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ജോലികൾ തന്നെ മെഷീൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. പക്ഷെ ആ ഒരു ഹ്യൂമൻ എലമെന്റ് ഇല്ലാത്ത
ഒരാളാണെങ്കിൽ, അതിനൊരു പാഷൻ ഇല്ലാത്ത ഒരു ജീവനില്ലാത്ത ഒരാളാണെങ്കിൽ അവരെ മാറ്റി റീപ്ലേസ് ചെയ്യാലോ. അതെ. അപ്പം നമ്മളിപ്പോൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകുമോ എങ്ങനെയെങ്കിലും കാശ് മേടിക്കുക, ശമ്പളം കിട്ടുന്ന ജോലി എന്നുള്ള രീതിയിൽ ഒരു ജോലിനെ അപ്രോച്ച് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കരിയർ ചിലപ്പോൾ ഇതിലായിരിക്കാം, കുഡ് ബി ഇൻ എന്താ പറയുക ഒരു റിസ്കിലായിരിക്കാം. അപ്പം ട്രൈ ആൻഡ് ബി മോർ ആക്റ്റീവ്, ട്രൈ ആൻഡ് ബി മോർ ക്രിയേറ്റീവ്, ട്രൈ ആൻഡ് ബി എ പാർട്ട് ഓഫ് ദ സിസ്റ്റം. അതെ. ഇപ്പം നമ്മൾ ആ മാസ്റ്ററി പോലെയുള്ള പുസ്തകങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പൈസ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആയിരിക്കും എപ്പോഴും ജോലി. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. നമ്മളും ആ ഒരു ജോലിയുടെ ബെനിഫിറ്റ് ഒരു പരിധി വരെ നമുക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. നമ്മുടെ ആ കരിയർ ഗ്രോത്ത് ആണെങ്കിൽ പോലും, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ പോലും ഓൾവേസ് അത് ഒരിക്കലും മറക്കാനും പറ്റില്ല. നമ്മൾ ജോലിനെ ജോലി കൊള്ളില്ല എന്നുള്ള രീതിയിലല്ല, ഇറ്റ് വാസ് നീഡഡ്. അപ്പോൾ അതല്ലാതെ നമ്മുടെ ഒരു സമയം നമുക്ക് അവിടെ ഡെലിവറി ചെയ്യാനുള്ള നമ്മുടെ ഒരു സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് നമ്മളെ കൊണ്ടെടുക്കാനുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ വി ജസ്റ്റ് നമ്മളൊരു വേറൊരു വഴി കണ്ടു, അത്രേ ഉള്ളൂ അല്ലേ. അല്ലെങ്കിൽ 10,000-10,000 പേരെ ഫിയർലെസ് ആയിട്ട് നമുക്ക് കുറേ പരീക്ഷണ സമയങ്ങളുണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കാൻ പഠിച്ച സമയം, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതെല്ലാത്തിനും നമുക്ക് പറ്റിയത് ആ ജോലി സ്ഥലം ഉണ്ടായിരുന്ന. ചിലപ്പോൾ ഒരു പബ്ലിക്കിന് മുമ്പിൽ പോയി സംസാരിച്ചാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓടിച്ചുവിട്ടേനെ. അതെ. പിന്നെ നമ്മൾ അവിടെ സാധാരണ ഒരു ജോലിക്കാരനാവണതിൻ്റെ അപ്പുറത്തേക്ക് വി ട്രൈ ടു ബി ലിഞ്ച് പിൻ. യെസ്, അല്ലേ, സത്യമായിട്ടും. ഇന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗം തന്നെ സെത്ത് ഗോഡിൻ്റെ ഒരു എന്ന കമ്പാരിസൺ ആണ്. നമ്മളെ ലിഞ്ച് ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും അവർക്കും കളേഴ്സും കാര്യങ്ങളും ഇതെല്ലാം വെച്ച് വെരി ക്രിയേറ്റീവായിട്ട് ഇപ്പം തന്നെ നമുക്ക് ഒരു ഫീല് കിട്ടും. അപ്പം വാട്ട് ഈസ് എൻ ആർട്ട് ദാറ്റ് ലിഞ്ച് പിൻസ് ക്രിയേറ്റ്? ലിഞ്ച് പിൻസിന് ജോലി സ്ഥലത്തേക്ക് പോകാന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഇറ്റ്സ് ലൈക്ക് എ ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് മൊമെന്റ് പോലെയാണ്. അവരതിനെ ആസ്വദിക്കുന്നുണ്ട്, അവരതിനൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് അതിനൊരു ഫീലിംഗ് പ്ലഷർ ഉണ്ട്. അപ്പോൾ അവർ ഒരു സാധാരണ മറ്റുള്ള ആൾക്കാരുടെ പോലെ ഓടിച്ചെന്നൊരു കേട്ടതുപോലെ അല്ലെങ്കിൽ പഠിപ്പിച്ച പോലെ ചെയ്ത് പോരുന്നതല്ല. അവരൊരു ദേ പുട്ട് ദെയർ ഹാർട്ട് ഇൻ ടു ദെയർ വർക്ക്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് അതൊരു പ്ലഷറാണ്, അല്ലെങ്കിൽ അത്തരം ആൾക്കാർക്ക് അതൊരു പാഷനാണ്. ആർട്ടിസ്റ്റാണ്. ഇപ്പൊ ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥിരം പഠിച്ച് ചെയ്യണ ഒരു സാധനമല്ല, അത് അവന്റെ ഉള്ളിൽ നിന്ന് പുറം വരുന്ന ഒരു സാധനം. ഇത്തരം ആൾക്കാർക്ക് ജോലിയും ഒരു ആർട്ടിസ്റ്റാ. കേൾക്കണവർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ലിജിൻ വളരെ എൻജോയ് ചെയ്തിട്ട് ജോലിക്ക് പോയിരുന്ന കാര്യം എനിക്കറിയാം. അതായത് ഈവൻ നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ പോലും നമ്മള് ജോലിനെ അങ്ങോട്ട് എടുക്കുക എന്ന് പറയില്ലേ. ഇപ്പൊ അങ്ങനത്തെ ഒത്തിരി പേര് നമുക്കറിയാം. എൻ്റെ ജോലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. അപ്പൊ എന്നോട് ചോദിക്കായിരുന്നു, നിനക്ക് ശരിക്കും ഭ്രാന്താണ്? ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ട ജോലി. ഇപ്പോൾ നമ്മൾ അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ അത്രയും എൻജോയ് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യണതാണ് നമ്മളെ സംബന്ധിച്ച് ചെയ്തിരുന്ന സമയത്ത്. അപ്പോൾ ഇത്തരം ആൾക്കാർ ക്രിയേറ്റീവാണ്. കാരണം അവരെ സംബന്ധിച്ച് ആ ഒരു സ്പേസ് അവർക്ക് കൊടുക്കണ ഒരു എനർജി ഉണ്ട്, അതാ ഒരു ക്രിയേറ്റീവ് എനർജിയാണ്. അപ്പോൾ ക്രിയേറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഡോണ്ട് സ്റ്റക്ക് ദർ. അതായത് ഇപ്പോൾ ജോലി വേണോ അല്ലെങ്കിൽ ബിസിനസ് വേണോ എന്നുള്ള ആൾക്കാർക്ക് സ്വയം ചോദിക്കാവുന്ന കുറേ ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പം ഞാൻ ആ ജോലിനെ എങ്ങനെ കാണുന്നു, ഞാൻ ഇമോഷണലി ആണ് അപ്രോച്ച് ചെയ്യണത്, അല്ലെങ്കിൽ ഇപ്പം കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള ലോകം ഓൺട്രപ്രണർഷിപ്പ് ചെയ്തൊരു ക്രിയേറ്റിവിറ്റിയാണ്. അതെ, ഉറപ്പായിട്ടും. അപ്പം അതിന് വേണ്ടത് ഒരു പാഷനാണ്, അതിന് വേണ്ടത് ഒരു ഡെഡിക്കേഷനാണ്. അല്ലാണ്ട് നമ്മൾ ഒരു പുസ്തകത്തിൽ എഴുതിയ പോലെ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളെ അല്ല ഈ ഒരു ബിസിനസ് ജേണിയിൽ ഉണ്ടാകുമ്പോൾ. ഇഫ് യു ആർ എ ക്രിയേറ്റീവ് പേഴ്സൺ ആണെങ്കിൽ ദർ ഇസ് സംതിങ് ഫോർ യു ടു തിങ്ക് അബൌട്ട്. നമുക്ക് തിങ്ക് അബൌട്ട് അല്ല, നമുക്ക് അതിലേക്ക് വർക്ക് ചെയ്ത് തുടങ്ങണമെന്നാണ് പറയുള്ളൂ. ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ സദ്ഗോഡും പറയുന്നുണ്ട് ഇതിനകത്ത് എങ്ങനെ ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആവാം, അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഇതായി ചേരാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു യു ആർ എ ലിഞ്ച് പിൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നു, ഓക്കെ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സോ ഐ ആം എ ലിഞ്ച് പിൻ. എനിക്ക് ഇതേപോലത്തെ ഒരു സിസ്റ്റം ഞാനും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനായിരിക്കാം ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം ആള്. അപ്പം ഐ ക്യാൻ ഫങ്ഷൻ മേക്ക് ഇറ്റ് ഫങ്ഷൻ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഹൗ ടു ബി എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ എന്തൊക്കെയായിരിക്കാം ആസ് പെർ സെത്ത് ഗോഡിൻ? ഓഫ് കോഴ്സ് നമ്മളൊരു ലിഞ്ച് പിൻ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ലിഞ്ച് പിൻ എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റീവ് ആയിരിക്കണം, പ്രോബ്ലംസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അതിന് എല്ലാത്തിനും ഒരു ഹ്യൂമൻ ടച്ച് കൊടുക്കണം. അതാണ് മോർ ദാൻ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു മാനുഷികമായ രീതിയിൽ അതായത് നമ്മൾ ആൾക്കാരായിട്ട് ഇടപഴകുന്ന രീതി. ഇപ്പം നമുക്ക് മാനേജേഴ്സ് ആവണം എന്നില്ല, നമ്മൾ ആളുകളായിട്ട് ഡേ ബൈ ഡേയിൽ നമ്മൾ കാണുന്നവരായിട്ടും നമ്മൾ വി ആർ ട്രൈങ് ടു മേക്ക് എ ഡിഫറൻസ്. ഓരോ ഇൻറ്ററാക്ഷനിലും മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നല്ലത് വരണമെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യണ ഒരു ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. അപ്പം അത്തരം
ആൾക്കാരാണ് ഈ ഓൺട്രപ്രണർ ജേണിയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യേണ്ടത് എന്നാണ് സെത്ത് ഗോഡിൻ പറയുന്നത്. ഇപ്പോൾ അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മറ്റുള്ള ആൾക്കാരിൽ വാല്യൂ കൊടുക്കാൻ പറ്റും, മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിന് മാറ്റിമറിക്കാൻ പറ്റും. ഇപ്പോൾ അവർ സിസ്റ്റത്തിനെ അവർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു ബിഗ് സ്പേസ് ഉണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സിസ്റ്റം അല്ലെങ്കിലും നമ്മൾ സിസ്റ്റത്തിലേക്ക് പോകല്ല, പക്ഷെ നമ്മൾ സിസ്റ്റത്തിൻ്റെ ഔട്ട്സൈഡ് നമുക്ക് ഗ്രോ ചെയ്യണം. നമ്മളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് ഷുഡിൻ ബി ഒരു സിസ്റ്റത്തിൽ മാത്രം ഒതുങ്ങി അവിടുത്തെ ഒരു യന്ത്രത്തിന് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ആളായി നമ്മൾ മാറരുത്. അതാണ് അതിൻ്റെ ഒരു കോർ. കണ്ടിന്യൂ ഗ്രോയിങ്. അതായത് നമ്മൾ അവിടെ നിന്ന് വലുതായി നാച്ചുറലി നമ്മൾ പുറത്തേക്ക് കടന്ന് നമ്മൾ ഈ സൊസൈറ്റിക്കും ഈ ഭൂമിക്കും ഈ ലോകത്തിനും വേണ്ടിയിട്ട് ഒത്തിരി മാറ്റം വരുത്താൻ പറ്റാവുന്ന ആൾക്കാരായിട്ട് നമുക്ക് മാറാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? ഇപ്പം അതിനെ വെരി സിമ്പിൾ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് 3 കാര്യങ്ങളുണ്ടെങ്കിൽ യു നീഡ് ടു സ്റ്റേ ദർ ഇൻ ദ സിസ്റ്റം. അതായത് ജോലിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മളൊരു കൺഫോമിറ്റി ഒരു ക്രേവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് എനിക്ക് നമ്മളൊരു സെക്യൂരിറ്റി കൺഫോമിറ്റി എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ ഒന്നൊരു കോംപ്ലയൻസ്, മറ്റുള്ള ആൾക്കാരെ തരുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ. പിന്നെ വെരി ഒബീഡിയൻ്റ് ആണെങ്കിൽ, ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ചോദ്യം ചോദിക്കാണ്ട് നമ്മൾ അതേപോലെ ചെയ്യുന്ന ആളാണെങ്കിൽ യു ഷുഡ് സ്റ്റേ ഇൻ ദ സിസ്റ്റം. എന്നാൽ ഒപ്പം തന്നെ നമുക്കൊരു കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് എന്തെങ്കിലും ഡിഗ്നിറ്റി ഉണ്ടെങ്കിൽ, നമുക്ക് ഹ്യൂമാനിറ്റി ഉണ്ടെങ്കിൽ, നമ്മൾ ജനറസ് ആണെങ്കിൽ, ഈ 3 ആൾക്കാരാണെങ്കിൽ പുറത്തോട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ദ ജോബ്. അത് അടിപൊളി കാട്ടില്ലേ? സ്വയം തിരിച്ചറിയാൻ പറ്റുള്ള ഒരു അവസരമാണത്. ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺട്രപ്രണർ ആവണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളും ഇറ്റ്സ് എൻ ഈസി ഗൈഡ് അല്ലേ? 3 കാര്യങ്ങളുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാനിപ്പോൾ മനസ്സിൽ കൂടെ ചിന്തിക്കുമായിരുന്നു, എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത നല്ല ആളുകളുടെ കൊളീഗ്സിൻ്റെ ഒക്കെ ആ ഒരു ഡിഫറൻസ്. ഇപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് പുറത്തിറങ്ങി ഓൺട്രപ്രണേഴ്സ് ആയവരും ഇപ്പോഴും സിസ്റ്റത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നവർക്കും ഉള്ള ശരിക്കും ആ ഒരു ക്വാളിറ്റീസ് ആണ് ഉള്ളത്. അതെ, നമ്മളിപ്പോൾ ഈ ഓൾഡ് മോഡൽ വർക്കേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിൽ എപ്പോഴും റീപ്ലേസബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മളെ മാറ്റാൻ തോന്നും, സിസ്റ്റത്തിന് നമ്മളെ മാറ്റാൻ തോന്നും, റീപ്ലേസ് ചെയ്യാൻ തോന്നും. കാരണം അവർക്ക് എനർജറ്റിക് ആയിട്ട് വെരി ഒബീഡിയൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ നമ്മൾ തന്നെ പല കരിയറിലും കണ്ടില്ലേ, ന്യൂ കമേഴ്സ് വരുമ്പോൾ പഴയ ആൾക്കാർക്ക് അവിടെ നിന്നൊരു നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നമ്മൾ എക്സ്പെൽഡ് ആയി പോകും. അറ്റ് സം പോയിന്റ് ഇന്നത്തെ കാലത്ത് ഒത്തിരി സ്കില്ലുള്ള പുതിയ ജനറേഷൻ വരുമ്പോൾ പഴയ ആൾക്കാരെ നമ്മൾ മാറ്റും, അല്ലെങ്കിൽ അവരുടെ AI മീൻസ് ടെക്നോളജി വെച്ചിട്ടൊക്കെ റീപ്ലേസ് ചെയ്യാം. കാരണം നമ്മൾ റീപ്ലേസബിൾ പേഴ്സണാണ്. ട്രൈ ടു ബി ആൻ അതെ. ഇപ്പോൾ ഷാമിനകത്ത് ഈ ബുക്കിനെ കുറിച്ച് ഒരു കാര്യം എടുക്കാനുണ്ടെന്ന് വെച്ചാൽ ഈ ഫുൾ ഇത്രയും പേജുള്ള ബുക്കിനകത്ത് വൺ തിങ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അത്? ഐ തിങ്ക് ഐ ലൈക്ക് ദ വേർഡ് ബി റിമാർക്കബിൾ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ലൈഫിലാണെങ്കിലും ചെയ്യണ ഓരോ കർമ്മത്തിലാണെങ്കിലും നമുക്ക് ഒരു ആൾക്കാരിൽ എന്തെങ്കിലും ഒരു സംതിങ് ക്രിയേറ്റീവായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഓരോ ഇൻറ്ററാക്ഷനും മീനിങ് ഫുൾ ആക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം നേടാൻ പറ്റും എന്ന് ലിഞ്ച്-പിന്നിലൂടെ നമുക്ക് സേത് ഗോഡി പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾവേസ് വേക്കപ്പ് ആൻഡ് സേ ഐ ഗോണ ബി റിമാർക്കബിൾ. അതെ. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഈ ഒരു പാത്ത് വേ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ സിസ്റ്റത്തിൽ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം വേണം നിൽക്കുകയാണെങ്കിൽ മേ ബി ഇറ്റ്സ് ടൈം ടു ലുക്ക് ഇൻ ടു യുവർ സെൽഫ് അല്ലേ, ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ആർ യു, whether you can be entrepreneur or not. അതിന് പറ്റിയൊരു ബുക്കാണിത്. ജസ്റ്റ് റീഡ് ഇറ്റ് ഓൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിൽ കിടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം. അടിപൊളി, നല്ല ഡിസ്കഷൻ ആയിരുന്നു. ഒത്തിരി ഓൺട്രപ്രണേഴ്സ് ഇതിൽ നിന്നുണ്ടാവട്ടെ, ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടാവട്ടെ. അത് ഉറപ്പായിട്ടും ചില ആളുകൾക്ക് ഈ കൺഫ്യൂഷൻ കാരണം മര്യാദക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, പിന്നെ അപ്പോൾ മേ ബി ഇറ്റ്സ് എ ക്ലാരിറ്റി ലൈക്ക് ഞാനൊരു വർക്കർ ആവാൻ എൻ്റെ ക്വാളിറ്റി അതിനാണ് കറക്റ്റ്. ഓക്കെ, ഐ കനോട്ട് ബി ആൻ ഓൺട്രപ്രണർ. അവർക്ക് they can stay and be happy about it. അത്തരം ആൾക്കാരുടെയും സിസ്റ്റത്തിന് വേണം, പിന്നെ ഉറപ്പായിട്ടും വേണം. ദാറ്റ്സ് എ ക്വാളിറ്റി. അതെ ഉറപ്പായിട്ടും. അപ്പം താങ്ക് യു ഗായ്സ്. ഇപ്പം നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? നിങ്ങളുടെ ഒരു ലിഞ്ച് പിൻ ആണോ എന്നുള്ളത് പറയാം. അതെ, ആണെങ്കിലും അല്ലെങ്കിലും പറയാം. നിങ്ങൾ ലിഞ്ച് പിൻ അല്ലെങ്കിൽ യു ആർ ഇമ്പോർട്ടൻറ്റ് ടു. അപ്പം നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഞങ്ങൾക്കൊന്ന് പറയാമോ? ഞങ്ങൾക്കൊന്ന് അറിയാനാണ്, എന്തോരം ലിഞ്ച് പിൻസ് ഉണ്ടെന്ന് അറിയാനാണ്. അതല്ല, ഇപ്പം ലിഞ്ച് പിൻ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് കണ്ടിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങൾ ലൈഫിൽ വരുത്താൻ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ജോബിലെ കരിയറിൽ കാര്യങ്ങളിൽ ലൈഫിൽ ഫാമിലിയിലൊക്കെ വരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാലും അടിപൊളിയാണ്. പക്ഷേ അതല്ല, നമുക്ക് ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. ഇപ്പം നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ ഇത്തരം ബുക്സ് ഞങ്ങൾക്ക് വീണ്ടും തരുന്നതിനിടയിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്കറിയാം നിങ്ങളത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതെ അതെ, അത് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾക്ക് ഒത്തിരി ഞങ്ങൾ ഒരു സ്നേഹവും സന്തോഷമാണ് പിന്നല്ല ഉറപ്പായിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ ബീങ് വിത്ത് us. ലെറ്റ്സ് ഗ്രോ ടുഗെദർ. ലിഞ്ച് പിൻസ് ആയിട്ട് നമുക്ക് വളരാം, ഒരുമിച്ച് വളരാം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, താങ്ക് യു.